ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ട്രിക്സ് ഇൻ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ ചാനലിൽ നമ്മൾ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്, ന്യൂ SCERT സീരീസ്. പുതിയ SCERT ചാപ്റ്ററുകൾ ടോപ്പിക് വൈസായിട്ടാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 7ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് മുഴുവനായിട്ടും കവർ ചെയ്യുന്നു, 8ലെ മുഴുവനും അങ്ങനെയല്ല. ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് SCERTയിലെ ഓരോ ക്ലാസ്സിലും ഏതൊക്കെ ചാപ്റ്ററുകളാണ് വരുന്നത്, ആ ചാപ്റ്ററുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലാണ്. ഫസ്റ്റത്തെ ചാപ്റ്റർ വരുന്നത് 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ മധ്യകാല ഇന്ത്യ. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. മുഗൾ ഭരണകാലത്തെക്കുറിച്ചും വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ആകെ ഈ 2 ടോപ്പിക്കുകളാണ് ഇതിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്തു പോകുന്നത്. പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ചധികം പോയിന്റുകളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇത് ആദ്യം തന്നെ ഇവിടെ ചെങ്കോട്ടയുടെയും ഹംപിയുടെയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയും ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രവുമാണ് രണ്ടാമതായി കാണുന്നത്. ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഒരേ കാലഘട്ടത്തിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് ഡൽഹിയിൽ ഷാജഹാൻ പണി കഴിപ്പിച്ചിട്ടുള്ള ചെങ്കോട്ടയും, രണ്ടാമത്തെ ചിത്രത്തിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപി, അതായത് ദക്ഷിണേന്ത്യയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈ 2 രാജ്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുഗൾ ഭരണത്തെക്കുറിച്ച് നോക്കാം. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികളെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 6 പേരെയാണ് കൊടുത്തിട്ടുള്ളത്: ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. അപ്പോൾ ബാബറിൻ്റെ ഭരണകാലഘട്ടം വരുന്നത് 1526 മുതൽ 1530 വരെയാണ്. ഹുമയൂൺ 2 കാലഘട്ടങ്ങളിലായിട്ടാണ് ഡൽഹി ഭരിച്ചിട്ടുള്ളത്, മുഗൾ ഭരണാധികാരിയായിട്ടുള്ളത്. 1530 മുതൽ 1540 വരെയും, പിന്നെ ഒരു ബ്രേക്കിന് ശേഷം 1555 മുതൽ 1556 വരെയാണ്. ഇനി അക്ബറിൻ്റെ കാലഘട്ടം വരുന്നത് 1556 മുതൽ 1605 വരെയുണ്ട്. ഒരുപാട് കാലം അദ്ദേഹം മുഗൾ ഭരണാധികാരിയായി ഇരുന്നിട്ടുണ്ട്. ഇനി ജഹാംഗീർ വരുന്നത് 1605 മുതൽ 1627 വരെയും, ഷാജഹാൻ 1628 മുതൽ 1658 വരെയും, ഔറംഗസീബ് 1658 മുതൽ 1707 വരെയുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ ഓർഡറിൽ ആരൊക്കെയാണ് മുഗൾ ഭരണാധികാരി ആയിരുന്നെന്നുള്ളത് ഈ വർഷം വെച്ചിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഇതാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത്. അത് സ്ഥാപിച്ചത് ബാബറാണ്. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കിയിട്ട് ഈ മുഗൾ ഭരണം നിലനിന്നിരുന്നു. 1526 മുതൽ 1857 വരെ, അതായത് വലിയൊരു കാലഘട്ടം മുഗൾ ഭരണം ഉണ്ടായിരുന്നു ഡൽഹിയിൽ. ഇനി വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളരുടേത്. ഇപ്പം ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്കും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിലവിലെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, ഇതൊക്കെ മുഗൾ ഭരണത്തിൻ്റെ കീഴിൽ വന്നിരുന്ന രാജ്യങ്ങളായിരുന്നു. ഇന്ത്യ മാത്രമായിരുന്നില്ല എന്ന് നമുക്ക് ഈ ഒരു മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ബംഗ്ലാദേശും ഉണ്ട് കേട്ടോ അതിൽ ഉൾപ്പെടുന്ന രാജ്യത്തിൽ, മുഗൾ ഭരണത്തിൽ വരുന്ന രാജ്യത്തിൽ.
അടുത്തത് മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധവും. എങ്ങനെയാണ് മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ വന്നത്, ഇല്ലെങ്കിൽ അതിൻ്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മുഗൾ രാജ്യ സ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പം നമുക്ക് മനസ്സിലാവും മുഗൾ എന്ന പേരിൻ്റെ ഉത്ഭവം മംഗോൾ എന്ന പദത്തിൽ നിന്നാണ്. അപ്പം ബാബറാണ് മുഗൾ രാജ്യ സ്ഥാപകൻ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ബാബറിൻ്റെ പിതാവ് ആരുടെ, അതായത് തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെ പിൻഗാമിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മാതാവ് മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെ പിൻഗാമിയുമായിരുന്നു. ഓക്കെ, അപ്പം പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായ തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിട്ടാണ് ബാബർ വരുന്നത്. അതായത് ബാബറിന് തിമൂറുമായിട്ടും ചെങ്കിസ് ഖാനുമായിട്ടും ബന്ധം ഉണ്ട്, അതായത് പിതാവ് വഴി മാതാവ് വഴി നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു രീതിയിലാണ് മംഗോൾ എന്ന പദത്തിൽ നിന്ന് മുഗൾ എന്ന പേര് ഉത്ഭവിച്ച് വന്നത്. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പം മുഗൾ എന്ന് ഈ രാജവംശത്തിന് പേര് നൽകിയത് യൂറോപ്യരാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി ലോധി വംശത്തിലെ അവസാന ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526-ൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നു. ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. അതായത് നമ്മൾ നേരത്തെ കണ്ടു 1526-ലാണ് ബാബർ മുഗൾ ഭരണം സ്ഥാപിക്കുന്നതെന്ന്. അപ്പം എങ്ങനെയാണ് ബാബർ ഈ മുഗൾ ഭരണം സ്ഥാപിച്ചത് നോക്കുകയാണെങ്കിൽ ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം വരുന്നത്? ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും തമ്മിൽ, അതായത് ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. അത് 1526-ലാണ്. ഇബ്രാഹിം ലോധി ലോധി വംശത്തിലെ അവസാന ഭരണാധികാരിയും ആ സമയത്ത് ബാബർ കാബൂളിലെ ഭരണാധികാരിയുമായിരുന്നു. അപ്പോൾ ഇവർ ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടത്തിയത് എവിടെ വെച്ചിട്ടാണ്? ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ചിട്ടാണ് ഏറ്റുമുട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ പാനിപ്പത്ത് യുദ്ധത്തിലൂടെ ബാബർ ജയിക്കുകയും മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധവും. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. യൂറോപ്യരാണ് മുഗൾ എന്ന് വിളിച്ചത്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് 1526-ലാണ്. ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ചാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയത്. അടുത്തത് ഇവിടെ ജസ്യൂട്ട് പാതിരിയായ പിയറി ജാറിക്ക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം 1605-ൽ എഴുതിയ ഒരു അനുശോചന കുറിപ്പാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിയറി ജെറിക് എന്ന് പറയുന്ന ഒരു ജസ്യൂട്ട് പാതിരി, അദ്ദേഹം ഒരു പാതിരി എന്ന് വെച്ചാൽ പാസ്റ്റർ. ഓക്കെ, അദ്ദേഹം എഴുതിയ ഒരു അനുശോചന കുറിപ്പാണ് ഇവിടെ പറയുന്നത്. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ അജ്ഞാത ശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പാക്കിയ, കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അതായത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു അക്ബർ എന്ന് നമുക്ക് ഈ ഒരു അനുശോചനക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ അനുശോചനക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് പിയറി ജെറിക് എന്ന ജസ്യൂട്ട് പാതിരിയാണ്. ഓക്കെ, അടുത്തത് ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്ന അക്ബർ വിവിധ മതസ്ഥരുമായി ചർച്ച നടത്തുന്നു. അതായത് നേരത്തെ നമ്മൾ ആ കുറിപ്പിൽ കണ്ടിരുന്നു, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന വേർതിരിവൊന്നും ഇല്ലാതെയാണ് അക്ബർ എല്ലാവരോടും പെരുമാറിയിരുന്നത്. അപ്പം വിവിധ മതസ്ഥരുമായി അക്ബർ നടത്തുന്ന ഒരു ചർച്ചയുടെ ഇമേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1575-ൽ തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. വിവിധ മതത്തിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. അപ്പം ഇവിടെ ഓർക്കേണ്ട പോയിന്റ്, അക്ബർ
ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് എവിടെയാണ്? ഫത്തേപൂർ സിക്രിയിലാണ്. ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന അക്ബർ പണി കഴിപ്പിച്ച വർഷം ഏതാണ്? 1575. ഓക്കെ, അപ്പം ഈ ഫത്തേപൂർ സിക്രിയിലെ ഇബാദത്ത് ഖാനയിൽ എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരു അവസരം അക്ബർ ഒരുക്കിയിരുന്നു. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി, എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ് ഇ കുൽ. സുൽഹ് ഇ കുൽ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് അക്ബർ രൂപം കൊടുത്ത ഒരു ദർശനമാണ് ദിൻ ഇലാഹി. അപ്പം അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അതായത് എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ മാത്രം കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി. ഇപ്പം നമുക്കറിയാം എല്ലാ മതങ്ങളും ഉദ്ദേശിക്കുന്നത് മനുഷ്യ നന്മയാണ്. അപ്പം ആ ഒരു പോയിന്റ് പോലെ തന്നെ എല്ലാവർക്കും സമാധാനം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദിൻ ഇലാഹി എന്ന ദർശനം അക്ബർ രൂപപ്പെടുത്തിയത്. അപ്പം അദ്ദേഹം രൂപം കൊടുത്ത ദർശനത്തിൻ്റെ പേര് ദിൻ ഇലാഹി എന്നും ആ ദർശനത്തിൻ്റെ കാതലായിട്ട് വരുന്നത് എല്ലാവർക്കും സമാധാനം, അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് സുൽഹ് ഇ കുൽ. സുൽഹ് ഇ കുൽ. ഓക്കെ, അപ്പം അതവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റാണ്. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇതാണ് ഫത്തേപൂർ സിക്രിയുടെ ഇമേജ്, ഫത്തേപൂർ സിക്രിയിലെ ഇബാദത്ത് ഖാന. നെക്സ്റ്റ്, ജസിയ എന്ന മതനികുതി നിർത്തിലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. മുഗൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത്, അദ്ദേഹം ഭരണരംഗത്ത് വളരെ മികച്ച ഒരു കാര്യം ചെയ്തത് ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയതാണ്. ഓക്കെ, അപ്പം മതനികുതിയുടെ പേരെന്താണ്? ജസിയ. അതാരാണ് നിർത്തലാക്കിയത്? അക്ബർ. ഇനി എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ രാജസദസ്സിൽ പ്രധാനികളായിരുന്ന ആൾക്കാരായിരുന്നു രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻദാസ്, ബീർബൽ എന്നിവർ. അതായത് പല മതത്തിൽപ്പെട്ട ആൾക്കാരാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പം മതനികുതി നിർത്തലാക്കിയത് അക്ബറാണ്. ജസിയ എന്നാണ് ആ മതനികുതിയുടെ പേര്. അദ്ദേഹത്തിൻ്റെ രാജസദസ്സിലെ പ്രധാനികളായിരുന്നു രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻദാസ്, ബീർബൽ എന്നിവർ. ഇനി അടുത്തത്, എൻ്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ചു സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഇ കുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടിത്. അതായത് ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. അദ്ദേഹം എല്ലാ മതസ്ഥരോടും ഒരു സമാധാനത്തോടെ വർത്തിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് സുൽഹ് ഇ കുൽ എന്ന ആശയം എല്ലാവരോടും അനുവർത്തിക്കണം എന്ന് അക്ബർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ്, ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പാണ് തുസൂക്കി ജഹാംഗീറി. ഇനി മുഗൾ സൈന്യത്തെക്കുറിച്ചാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. ഇതുപോലെ വിജയനഗര സാമ്രാജ്യത്തിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യാം, അതുകൂടെ പഠിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായത്തിൻ്റെ പേരാണ് മാൻസബ്ദാരി. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാൻസബ് എന്ന് പറയുന്നത് ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണമാണ്. ഇനി ആ സൈനിക സമ്പ്രദായത്തിൻ്റെ പേരാണ് മാൻസബ്ദാരി. ഓക്കെ, ഇനി നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്.
ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട പേര്, അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായത്തിൻ്റെ പേര് മാൻസബ്ദാരി എന്നും ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണം മാൻസബ് എന്നും. നെക്സ്റ്റ് മുഗൾ ഭരണരീതിയാണ്. അപ്പം മുഗൾ ഭരണരീതി ഒരു പിരമിഡ് പോലെയാണ് വരുന്നത്. ഗ്രാമം, അതിന് മുകളിൽ വരുന്നത് പർഗാന, അതിന് മുകളിൽ സർക്കാർ, അതിന് മുകളിൽ സുബ. ഓക്കെ, ഒരു പിരമിഡ് രൂപത്തിലായിരുന്നു മുഗൾ രാജ്യത്തിൻ്റെ ക്രമീകരണം വന്നിരുന്നത്. ഓക്കെ, ഗ്രാമം, പർഗാന, സർക്കാർ, സുബ. അപ്പോൾ ഏറ്റവും മുകളിൽ വരുന്നതാണ് സുബ. മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം അഥവാ ഭരണഘടന ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. അതായത് ചക്രവർത്തിയായിരുന്നു അവിടെ മെയിൻ. രാജ്യത്തിൻ്റെ പരമാധികാരി അദ്ദേഹമാണ്, സർവ്വസൈന്യാധിപൻ ചക്രവർത്തിയാണ്, നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തി തന്നെയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാരെയാണ് ഗാസിമാർ എന്ന് വിളിക്കുന്നത്. അവരായിരുന്നു തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. അപ്പം ഇവിടെ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിരുന്ന മതപണ്ഡിതന്മാരെയാണ് നമ്മൾ ഗാസിമാർ എന്ന് വിശേഷിപ്പിച്ചത്. അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഇവിടെ വീണ്ടും ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അക്ബർ ചക്രവർത്തി ദിവാനി ഗാസിൽ ജനങ്ങളുടെ പരാതി കേൾക്കുന്നതിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഓക്കെ, പല തട്ടുകളായിട്ടായിരുന്നു സമൂഹം ഉണ്ടായിരുന്നത്. ഒരു ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതി. ഇതിനെക്കുറിച്ച് പല യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളൊക്കെ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽ ഉൾപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ആ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ടവർണിയർ. ഓക്കെ, ഫ്രഞ്ച് സഞ്ചാരി. ഒത്തിരി സഞ്ചാരികൾ വരുന്നുണ്ട്, പോർച്ചുഗീസുകാർ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ടവർണിയർ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഒരേ വസ്ത്രരീതിയും ഒരേ ഭക്ഷണ രീതിയും അല്ല വരുന്നത്. നോർത്തിലേക്കൊക്കെ പോകുമ്പോഴേക്കും വസ്ത്രങ്ങളും ഭക്ഷണ രീതികളും എല്ലാം മാറുന്നുണ്ട്. ഓക്കെ, അതുതന്നെയാണ് ഇവിടെ മുഗൾ കാലഘട്ടത്തിലെ ഭക്ഷണ രീതിയെക്കുറിച്ചും വസ്ത്ര രീതിയെക്കുറിച്ചൊക്കെ ഇവർ പറയുന്നത്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഇത്ര ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. അപ്പോൾ ഇത് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെ 2 നഗരങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അതായത് റാൽഫ് ഫിച്ച്, നേരത്തെ നമ്മൾ പറഞ്ഞു ടവർണിയർ ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു. ഇത് ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏകദേശം 12 മൈൽ അകലെയുള്ള ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. പക്ഷേ ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം എന്നൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരിക്കുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിച്ചിരിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബുൾ ഫസൽ തൻ്റെ പുസ്തകമായ ഐൻ ഇ അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
നികുതി കൊടുത്തിരിക്കുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പം അബുൾ ഫസലിൻ്റെ പുസ്തകമായിരുന്നു ഐൻ ഇ അക്ബറി. അതിനകത്ത് ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അബുൾ ഫസൽ ഐൻ ഇ അക്ബറി. ഇംഗ്ലീഷുകാരനായ യാത്രക്കാരനായിരുന്നു റാൽഫ് ഫിച്ച്. അബുൾ ഫസൽ മുഗൾ ഭരണകാലത്ത് മുഖ്യ ചരിത്രകാരനായിരുന്നു. അബുൾ ഫസൽ അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു. അദ്ദേഹം ഐൻ ഇ അക്ബറി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അബുൾ ഫസൽ. ഓക്കെ, അബുൾ ഫസൽ എന്ന് പറയുന്നത് മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ. അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്ര കുറിപ്പ് എഴുതിയതും അബുൾ ഫസൽ തന്നെയാണ്. ഐൻ ഇ അക്ബറി, അക്ബർനാമ എന്നിവ അബുൾ ഫസലിൻ്റെ മികച്ച ഗ്രന്ഥങ്ങളാണ്. നെക്സ്റ്റ് ഇവിടെ ഒരു പേർഷ്യൻ ചക്രത്തിൻ്റെ ഒക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്, വെള്ളം തേകാൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മസ്ലിൻ, പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. അക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. മുഗൾ ഭരണകാലത്തെ ഈ നഗരങ്ങളെല്ലാം ഇപ്പം ഇന്ത്യയിലുള്ള നഗരങ്ങൾ മാത്രമാണ് നമുക്കറിയാം, അല്ല. അപ്പം നോക്കുകയാണെങ്കിൽ ധാക്ക വരുന്നത് ബംഗ്ലാദേശിലാണ്, മുർഷിദാബാദ് ഇന്ത്യയിൽ തന്നെ പശ്ചിമ ബംഗാളിൽ വരുന്നതാണ്, ലാഹോർ പാകിസ്ഥാനിലാണ്, സൂറത്ത് ഗുജറാത്തിലാണ്, ആഗ്ര ഉത്തർപ്രദേശിലാണ്. ഓക്കെ, നെക്സ്റ്റ് സാംസ്കാരിക സമന്വയം. ഇവിടെ രസ്നാമ എന്ന പുസ്തകത്തിൻ്റെ ഒരു പുറംചട്ടയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. രസ്നാമ മുഗൾ കാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുറംചട്ടയുടെ ചിത്രമാണിത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരാ ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. അതായത് രസ്നാമ എന്ന് പറയുന്നത് ഏതിൻ്റെ വിവർത്തനമാണ്? മഹാഭാരതത്തിൻ്റെ വിവർത്തനമാണ്. അത് ഏത് ഭാഷയിലെ വിവർത്തനമാണ്? പേർഷ്യൻ ഭാഷയിലെ വിവർത്തനമാണ്. ആരാണ് വിവർത്തനം ചെയ്തത്? മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരാ ഷുക്കോ ആണ് മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് മുഗൾ ഭരണകാലത്ത് രസ്നാമ എന്ന പേരിൽ വിവർത്തനം ചെയ്തത്. ഇത് ഓർത്തിരിക്കാം. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർക്ക് ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഉറുദു ഭാഷ ഏതിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് ഉത്ഭവിച്ചിട്ടാണ് ഉറുദു രൂപപ്പെട്ടത്. ഇവിടെ താജ്മഹലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, എന്ത് ഭംഗിയല്ലേ. നെക്സ്റ്റ്, ആഗ്ര കോട്ട. മുഗൾ ഭരണകാലത്ത് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിൻ്റെ ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. അപ്പം മുഗൾ കാലഘട്ടത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതേപോലെ നമുക്ക് വിജയനഗര ഭരണത്തെക്കുറിച്ചും പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ നോക്കിയത് മുഗൾ ഭരണം, അതായത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഭരണമാണ് നോക്കിയത്. ഇനി ദക്ഷിണേന്ത്യയിൽ ആ സമയത്തുള്ള ഭരണമാണ് വിജയനഗര ഭരണം വരുന്നത്. അത് നമുക്ക് നോക്കാം. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാജ്യം. വിജയനഗരവും ഹംപിയും. വിജയനഗരം അഥവാ വിജയത്തിൻ്റെ നഗരം ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. ഇപ്പോൾ കർണാടകയിലുള്ള സ്ഥലമാണ് ഈ ഹംപി എന്ന് പറയുന്നത്. അതായത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായിരുന്നു ഹംപി. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥൻ ഹംപിയുടെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തുന്നത്. 1565 ഈ നഗരം നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളതാണ് വിജയനഗരം വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കർണാടക മാത്രമല്ല തമിഴ്നാടും ആന്ധ്രയും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിജയനഗര രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഈ വിജയനഗരത്തിൽ പലതരത്തിലുള്ള രാജവംശങ്ങൾ വരുന്നുണ്ട്. ഓരോ രാജവംശങ്ങളിലും വരുന്ന രാജാക്കന്മാരെയാണ് ഇവിടെ പറയുന്നത്. സംഗമ രാജവംശത്തിൽ വരുന്നതാണ് ഹരിഹരൻ ബുക്കൻ. നെക്സ്റ്റ് സാലുവ രാജവംശത്തിൽ നരസിംഹ സാലുവ. തുളുവ വംശത്തിൽ വരുന്നതാണ് വീരനരസിംഹനും കൃഷ്ണദേവരായരും. കൃഷ്ണദേവരായരുടെ പേര് നമ്മൾ മിക്കവാറും കേട്ടിട്ടുണ്ടാവും അല്ലേ, കൃഷ്ണദേവരായർ. നെക്സ്റ്റ് അദ്ദേഹം തുളുവ വംശത്തിൽ വരുന്നതാണ്. അരവിടു വംശത്തിൽ വരുന്ന രാജാക്കന്മാരാണ് തിരുമല വെങ്കിട ഒന്ന്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സംഗമ രാജവംശം ഹരിഹരൻ ബുക്കൻ, സാലുവ വംശം നരസിംഹ സാലുവ, തുളുവ വംശം വീരനരസിംഹൻ കൃഷ്ണദേവരായർ, അരവിടു വംശം തിരുമല വെങ്കിട ഒന്ന്. ഇനി ഇവിടെ പറയുന്നുണ്ട് ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിൽ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹം 1509 മുതൽ 1529 വരെ ഏകദേശം 29 വർഷകാലം വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബറോസ പറഞ്ഞ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിനു മുമ്പ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1336. ആരാണ് സ്ഥാപിച്ചത്? ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങൾ. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു? കൃഷ്ണദേവരായർ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഏതാണ്? 1509 മുതൽ 1529 വരെ. അപ്പോൾ കൃഷ്ണദേവരായരെ കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബറോസ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവും ഇല്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. അന്നത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. അപ്പം ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ പോർച്ചുഗീസ് സഞ്ചാരിയായ ബാർബറോസ പറഞ്ഞതാണ് ഈ വാക്കുകൾ. കൃഷ്ണദേവരായരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കൃഷ്ണദേവരായരുടെ കാലഘട്ടം ഏതായിരുന്നു? 1509 മുതൽ 1529 വരെ. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കല, സാഹിത്യ, സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാല്യത, ജാംബവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ കൃഷ്ണദേവരായർ രചിച്ച പ്രധാന കൃതികളാണ് അമുക്തമാല്യത, ജാംബവതി കല്യാണം എന്നീ കൃതികൾ. പിന്നെ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്? അഷ്ടദിഗ്ഗജങ്ങൾ എന്താണ്? അതെന്തായിരുന്നു? കൃഷ്ണദേവരായരുടെ സദസ്സിൽ ഉണ്ടായിരുന്ന പണ്ഡിതര് പൊതുവായിട്ട് പറയുന്ന പേരാണ് അഷ്ടദിഗ്ഗജങ്ങൾ എന്ന്. നെക്സ്റ്റ്, ഭരണ സംവിധാനം. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ, അതായത് 4 രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. മണ്ഡലം എന്ന് പറഞ്ഞാൽ പ്രവിശ്യ, നാട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ജില്ല എന്ന് പറയുന്ന പോലെ, സ്ഥലം എന്ന് പറഞ്ഞാൽ ഉപജില്ല, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം: മണ്ഡലം, നാട്, സ്ഥലം, ഗ്രാമം. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ മുഗൾ സാമ്രാജ്യത്തിൽ നോക്കുമായിരുന്നു, കോടതികളൊന്നും ഇല്ലായിരുന്നു. ചക്രവർത്തിയായിരുന്നു എല്ലാത്തിൻ്റെയും മേലധികാരിയായിട്ട് വരുന്നിരുന്നത്. അതൊരു കമ്പാരിസൺ ആണ്.
വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികളാണ് അമരനായകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. ഈ പ്രദേശത്തെ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. നമ്മൾ അവിടെ നേരത്തെ മൻസബ്ദാരി എന്നും മാൻസബ് എന്നും പറഞ്ഞ എന്തായിരുന്നു, സൈനിക സമ്പ്രദായവും പിന്നെ ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ വരുന്ന പടയാളികളുടെ എണ്ണത്തിനെയായിരുന്നു. ഇവിടെ അമരനായകന്മാരെന്നാണ് സൈനിക മേധാവികൾ അറിയപ്പെടുന്നത്. അവർക്ക് നൽകിയിരുന്ന പ്രദേശങ്ങളാണ് അമര എന്ന പേരിൽ അറിയപ്പെടുന്നത്. അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് നായകന്മാരായിരുന്നു. ഈ പ്രദേശത്തെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. നേരത്തെ മാൻസബ്ദാരി സമ്പ്രദായം ഇവിടെ വിജയനഗര സാമ്രാജ്യത്തിലേക്ക് വരുമ്പോൾ അത് അമരനായക സംവിധാനം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അമരനായക സംവിധാനത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? നിശ്ചിത എണ്ണം കാലാളുകളുണ്ട്, കുതിരകളുണ്ട്, ആനകളുണ്ട്. ഇനി സൈനിക മേധാവികളെ പറയുന്ന പേരാണ് അമരനായകന്മാർ. അവർക്ക് രാജാവ് അനുവദിച്ച് നൽകിയിരിക്കുന്ന പ്രദേശങ്ങളാണ് അമര എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പം ആ സമയത്ത് വിജയനഗര സാമ്രാജ്യത്തിലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു എന്ന് നോക്കാം. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു. അതായത് ഒരു ബ്രാഹ്മണ മേൽക്കോയ്മയുള്ള സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയായിരുന്നു വിജയനഗര ഭരണകാലത്ത് ഉണ്ടായിരുന്നത് ദക്ഷിണേന്ത്യയിൽ. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലയിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ശൈശവ വിവാഹം, സതി സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു. അതൊക്കെയായിരുന്നു ആ സമയത്തെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി വരുന്നത്. ഇനി വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിംഗോ പയസ് പറയുന്നത് ഇങ്ങനെയാണ്: മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പഴവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. അതായത് ആ സമയത്ത് അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു സമൂഹത്തിനെയാണ് ഡൊമിംഗോ പയസ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, വിജയനഗരത്തിൻ്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിൻ്റെ ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജനസേചന യോഗ്യമാക്കി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്താണ്? ആ സമയത്ത് നിർമ്മിച്ച അണക്കെട്ട്, പിന്നെ എന്താണ്, ഒരു കനാലുണ്ട്, ഹിരിയ കനാല്, പിന്നെ കമലാപുരം കുളമുണ്ട് അല്ലേ. അതായത് നല്ല കൃഷി ചെയ്തിരുന്ന സമയമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ് കമലാപുരം കുളം, ഹിരിയ കനാല്, പിന്നെ തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ട്. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. അപ്പം ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഭൂനികുതി ഉണ്ട്, തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസ്, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവ ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങളാണ്. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക ഉണ്ടായിരുന്നത്. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടത്തിയിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടു. ഓക്കെ, അപ്പോൾ കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുള്ള പ്രാദേശിക കച്ചവടക്കാരെ പറയുന്ന പേരാണ് കുതിരച്ചെട്ടികൾ. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനവും രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുമുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു.
ഇനി ആ സമയത്തെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹസാര രാമക്ഷേത്രം, ഹംപി, നല്ല ഭംഗിയുള്ളൊരു കെട്ടിടം അല്ലേ. അടുത്തത് വിത്തല സ്വാമി ക്ഷേത്രം, ഹംപി. ഹംപിയിലെ വിത്തല സ്വാമി ക്ഷേത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിനു വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിലുണ്ടായിരുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരമായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ പ്രധാന സവിശേഷത. അപ്പം വിജയനഗര ശില്പകലയുടെ പ്രധാന സവിശേഷത ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്? ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരമായ ക്ഷേത്ര കവാടം. ഓക്കെ, ക്ഷേത്ര കവാടത്തിനെയാണ് ഗോപുരം എന്ന് പറയുന്നത്. അത് ഭയങ്കര ഭീമാകാരമായ സൈസ് ഉള്ളതായിരുന്നു. നെക്സ്റ്റ്, വിരൂപാക്ഷ ടെമ്പിളും ലോട്ടസ് മഹലും. ഹംപിയിലെ വിരൂപാക്ഷ ക്ഷേത്രവും ലോട്ടസ് മഹലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലത്താണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചും മുഗൾ ഭരണകാലത്തെക്കുറിച്ചും പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ 1-2 തവണ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് പറയുന്ന പോയിന്റുകളെല്ലാം താറവാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി ശ്രമിച്ച് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാം വരുന്നുണ്ട്. കൂടാതെ നമ്മൾ ലോങ് ടേം ആയിട്ട് നോക്കുകയാണെങ്കിൽ VFA, ബെബ്കോ, LD എന്നീ എക്സാമുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ SCRT ചാപ്റ്റേഴ്സ് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചേ പറ്റൂ. അപ്പോൾ ഈ ഒരു സീരീസ് ഞാൻ കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായി ശ്രമിച്ച് നന്നായി പഠിക്കുക.